മെറ്റേണിറ്റി വെയർ എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ഈ വാക്ക് ആർക്കും പരിചയമുള്ളതല്ല. ഗർഭിണിക്കൊരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ തന്നെ അതിപ്പോൾ ഗർഭിണിക്ക് തന്നെ ഇത്ര സ്പെഷ്യൽ, അത് സാധാരണ ഇടുന്ന പോലത്തെ ഡ്രസ്സ് ചെയ്താൽ പോരെ എന്നൊക്കെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. 2000-ഓളം സ്റ്റൈൽ വെറൈറ്റീസ് നമ്മുടെ ബ്രാൻഡ് നമ്മുടെ ഷോപ്പുകളിലും നമ്മുടെ ഓൺലൈൻ സൈറ്റുകളിലുമായിട്ട് അവൈലബിൾ ആണ്. എൻ്റെ അറിവിൽ ഇത് ലോകത്ത് ഇത്രയധികം മെറ്റേണിറ്റി ഡ്രസ്സസ് ഇറങ്ങിയിട്ടുള്ള വേറെ ബ്രാൻഡ് ഇല്ല. അപ്പോൾ ഇതെല്ലാം എന്താ പറയുക, സിവയുടെ മാത്രം പ്രത്യേകതകളാണ്. ഗർഭിണികൾക്ക് വേണ്ടി ആദ്യത്തെ ഫാഷൻ ഷോ ചെയ്യാൻ കഴിഞ്ഞതൊക്കെ ഒരു വലിയ കാര്യമായിട്ട് കരുതുന്നു. അതിനുശേഷം 10 വർഷത്തിനിപ്പുറം ഏറ്റവും കൂടുതൽ ഗർഭിണികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും നമുക്ക് നേടാൻ സാധിച്ചു. ടേണിംഗ് പോയിന്റിനെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു സ്ത്രീ ഗർഭാവസ്ഥയിലേക്ക് എത്തിയാൽ ആദ്യം ആശ്രയിക്കുന്നത് മെറ്റേണിറ്റി വെയേഴ്സിനാണ്. എന്നാൽ ഈ മെറ്റേണിറ്റി വെയേഴ്സിനെ ജനകീയമാക്കുകയും അതിനെ ബ്രാൻഡാക്കുകയും ചെയ്ത ഒരു വനിതയാണെന്ന് ടേണിംഗ് പോയിന്റിൽ അതിഥിയായിത്തിരിക്കുന്നത് ശിവ മെറ്റേണിറ്റി വെയറിൻ്റെ സ്ഥാപകയായിട്ടുള്ള മെയ്ജോയ്. ഹായ് മാം, വെൽക്കം ടു ടേണിംഗ് പോയിന്റ്. മാമിൻ്റെ സ്വദേശം എവിടെയായിട്ടാണ്? തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെയാണ് ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ അവിടെ തന്നെ നിന്നാണ്. അതിനുശേഷം എന്തെങ്കിലും സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് തന്നെയാണ് ഫാഷൻ ഡിസൈനിങ്ങിൽ ഡിഗ്രി എടുക്കുന്നത്. ഡിഗ്രി എടുത്ത് പല സ്ഥാപനങ്ങളിലായിട്ട് ജോലി ചെയ്തു, കമ്പനികളിലൊക്കെ ജോലി ചെയ്ത് അതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നേടാൻ സാധിച്ചു. അതിനുശേഷം രണ്ടാമത്തെ ഡെലിവറിയോടനുബന്ധിച്ചാണ് മെറ്റേണിറ്റി വെയറിൻ്റെ സ്ഥാപനം തുടങ്ങുന്നത്. ആ ഐഡിയയിലേക്ക് എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് എനിക്ക് ഡ്രസ്സ് മേക്ക് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പം ഈ ഡ്രസ്സ് ഒത്തിരി ലൂസായിട്ടുള്ള ഡ്രസ്സ് മാത്രമേ മാർക്കറ്റിൽ അവൈലബിൾ ഉള്ളൂ. അപ്പം നമ്മളെ കാണാനൊരു ഭംഗി ഉണ്ടാവുന്നില്ല. അപ്പോൾ വയറ് മാത്രമാണ് നമുക്ക് വലുതാവും, നമ്മൾ മൊത്തത്തിൽ സൈസൊന്നും മാറുന്നില്ല. പക്ഷേ XXL അതിൻ്റെ മേലേക്കുള്ള ഒരു സൈസ് എടുത്താലായിരിക്കും ഈ വയറ് അക്കോമഡേറ്റ് ചെയ്യാനുള്ള അത്രയും ലൂസ് ഡ്രസ്സിന് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിനായിട്ട് സംബന്ധിച്ച് വേറെ സ്പെഷ്യലായിട്ടുള്ള ഡ്രസ്സുകളൊന്നും മാർക്കറ്റിലില്ല എന്ന് മനസ്സിലായി. അപ്പോൾ എന്തെങ്കിലും ചെയ്യണം എന്നും വിചാരിച്ച് നിൽക്കുന്ന ടൈം ആയതുകൊണ്ട് എന്നാൽ മെറ്റേണിറ്റി വെയറിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സ്വന്തമായിട്ട് ആദ്യം മാനുഫാക്ചറിങ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ആദ്യത്തെ ഷോറൂം തമ്മനത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2012-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു 1 ഇയർ ബാക്ക് മുമ്പ് തൊട്ട് തന്നെ ഒത്തിരി റിസർച്ചുകളും കാര്യങ്ങളും ചെയ്ത് ഇതിനുള്ള ഒരു ബാക്ക് സ്റ്റഡീസൊക്കെ നടത്തിയതിന് ശേഷമായിരുന്നു നമ്മൾ ഈ ബിസിനസ് വരുന്നത്. പിന്നെ ഓരോ വർഷം ഓരോ ഷോറൂം 2 ഷോറൂമൊക്കെ വെച്ച് ആഡ് ചെയ്താണ് നമ്മൾ ഈ ബിസിനസ് ഗ്രോ ചെയ്ത് വന്നത്. മാം ഇതിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മെറ്റേണിറ്റി വരുന്നൊരു സങ്കല്പം തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ തുടങ്ങുമ്പോഴേ ക്രൈസിസ് എന്തൊക്കെയായിരുന്നു? മെറ്റേണിറ്റി വെയർ എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ഈ വാക്ക് ആർക്കും പരിചയമുള്ളതല്ല. ഗർഭിണിക്കൊരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ തന്നെ അതിപ്പോൾ ഗർഭിണിക്ക് തന്നെ ഇത്ര സ്പെഷ്യൽ, അത് സാധാരണ ഇടുന്ന പോലത്തെ ഡ്രസ്സ് ചെയ്താൽ പോരെ എന്നൊക്കെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്താലും അത് ആളുകൾക്ക് മനസ്സിലാകുന്നൊരു ഇതുണ്ടായിരുന്നില്ല. പിന്നെ അതിൽ നമ്മൾ മലയാളത്തിൽ തന്നെ മെറ്റേണിറ്റി വെയർ എന്നുള്ളത് മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ കേരളത്തിൽ ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും അനുയോജ്യമായ വസ്ത്രങ്ങളിൽ നിന്ന് തന്നെ മാർക്കറ്റ് ചെയ്തിട്ടാണ് മെറ്റേണിറ്റി വെയർ ആളുകളുടെ മനസ്സിലേക്ക് എത്തിച്ചു തുടങ്ങിയത്. അത് മനസ്സിലായി തുടങ്ങിയപ്പോൾ അവർക്ക് ഇതിൻ്റെ ഒരു ഗുണവും അതിൻ്റെ ഒരു കംഫർട്ടും ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ പതുക്കെ നമ്മുടെ ബ്രാൻഡിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ പാല് കൊടുക്കാനുള്ള സൗകര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. മിക്ക ഫംഗ്ഷനുകൾക്കോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകുമ്പോഴോ പബ്ലിക് സ്പേസസിലോ ഒക്കെ കുഞ്ഞിനെ പാല് കൊടുക്കാൻ മിക്ക സ്ത്രീകളും ഒരുപാട് പാടുപെടുന്ന കാണാം. ചിലപ്പോൾ ഒരു ഫംഗ്ഷനിലൊക്കെ 3-4 സ്ത്രീകൾ ഇങ്ങനെ കവർ ചെയ്തൊക്കെ നിൽക്കും. കാരണം പാല് കൊടുക്കുമ്പോൾ ഒരു പ്രൈവസി ഉണ്ടെങ്കിലാണ് അത് അമ്മയ്ക്കും കുഞ്ഞിനും, അമ്മയ്ക്ക് മാത്രമല്ല കുഞ്ഞിനും ആ ഒരു പ്രൈവസി കിട്ടിയാലാണ് സ്വസ്ഥമായിട്ട് പാല് കുടിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത് സാധിക്കില്ല. മിക്ക ഡ്രസ്സുകളും താഴെ വരെ ഇറക്കം ഉണ്ടാവും. മിക്ക ഫംഗ്ഷനുകൾക്കും ആളുകൾ പാല് കൊടുക്കാൻ കഴിയാതെ വന്നു കഴിയുമ്പോൾ താഴേന്ന് അവരുടെ ഡ്രസ്സ് പൊക്കിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആരും കാണാത്ത രീതിയിൽ, അതായത് ആ ഡ്രസ്സിന് ഫീഡിങ് ഓപ്ഷൻ ഉണ്ട്, സിബുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഓപ്പണിംഗ് ഉണ്ടെന്ന് പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് തിരിച്ചറിയാനേ പറ്റാത്ത രീതിയിൽ ആണ് നമ്മളിത് ഹൈഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ഓപ്പണിങ്ങുകളെല്ലാം കൊടുത്തിരുന്നത്. അപ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനും സുഖമായിട്ട് പാല് കൊടുക്കാൻ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട ഭാഗം മാത്രം നമ്മൾ ഓപ്പൺ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അത് വെച്ചിട്ടായിരുന്നു ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും അനുയോജ്യമായ വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ ചെയ്തു തുടങ്ങി. ഇപ്പോൾ അത് വളരെ ജനകീയമായി മെറ്റേണിറ്റി വെയർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അന്ന് കുറച്ചത് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. നമ്മൾ ഒത്തിരി അതിനു വേണ്ടി എഫേർട്ട് ഇടേണ്ടി വന്നു. മാമിൻ്റെ ഒത്തിരി ഇൻ്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ മാം പറയുന്ന ഒരു ഇൻസ്പയറിംഗ് ആയിട്ടൊരു സ്റ്റോറി തന്നെയാണ്. അല്ല മാം, എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് മാം അത് വീട്ടിൽ നിന്നാണ് ഇതിൻ്റെ ഒരു തുടക്കം എന്നാണ്. അതെങ്ങനെയായിരുന്നു? ഇനീഷ്യൽ സ്റ്റേജിൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് വീട്ടിൽ നിന്നാണെങ്കിലും നമ്മളിത് പ്ലാൻ ചെയ്തതെല്ലാം ഒരു ബൾക്ക് ലെവലിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്
പ്ലാൻ ചെയ്തത്. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ഷോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ പോലും അത് ബില്ലിംഗ് എല്ലാം സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ബാർകോഡ് ഇട്ട് നമുക്ക് പുറത്തുനിന്ന് തന്നെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാവുന്ന രീതി. അതുപോലെ പ്രൊഡക്ഷൻ ആദ്യത്തെ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ 4 സ്റ്റോറിലേക്കുള്ള സ്റ്റോക്ക് റെഡിയാക്കി വെച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ സ്റ്റോറ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ബൾക്കായിട്ട് ചെയ്യുക. അത് ഇങ്ങനെ ചിന്തിച്ചിരുന്നു, ഷോറൂമിലിരുന്ന് വിൽക്കാൻ പോകുന്നത് ഞാനല്ല എന്നുള്ളത് ആദ്യത്തെ പോയിന്റ് തന്നെ എനിക്ക് അറിയാമായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു അത് പ്ലാൻ ചെയ്ത് മുന്നോട്ട് വെച്ചത്. ഈ ഒരു പ്രോഡക്റ്റ് നമ്മളുടെ ഇപ്പോൾ മാർക്കറ്റിലേക്ക് എത്തിയപ്പോൾ സ്ത്രീകൾ ഇത് ഏറ്റെടുത്തിട്ട് അവരുടെ ഒരു ഫീഡ്ബാക്ക് എന്തായിരുന്നു? ആദ്യത്തെ ഫീഡ്ബാക്ക് ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു. കാരണം ഞാൻ അന്ന് ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ചുകൊണ്ട് എനിക്ക് ജീൻസും ടോപ്പൊക്കെ ഇടാൻ ഒത്തിരി ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാനൊരു കളക്ഷനൊക്കെ കൊണ്ടുവന്നിരുന്ന ജീൻസിൻ്റെ ടോപ്സ് ഉണ്ടല്ലോ, അതൊക്കെയായിരുന്നു കളക്ഷൻ കൊണ്ടുവന്നത്. പക്ഷേ അത് കസ്റ്റമേഴ്സിന് അത് ആവശ്യമേ ഇല്ലായിരുന്നു. ഞാനിത് പറയുന്നത് 2010-12 കാലഘട്ടത്തിൽ എല്ലാവരും ലോങ് ആയിട്ടുള്ള ഡ്രസ്സ് സൽവാറും ഒക്കെ ഇട്ടുകൊണ്ടിരുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്തിൽ ഒരു ജീൻസിൻ്റെ ടോപ്പ് ഒരു ഗർഭിണിക്ക് ആവശ്യമില്ലായിരുന്നു. അത് ഷോപ്പ് തുടങ്ങി ഒരു 1 വീക്കിനുള്ളിൽ തന്നെ നമ്മൾ അനലൈസ് ചെയ്തു. കസ്റ്റമറുടെ ഫീഡ്ബാക്ക് കറക്റ്റായിട്ട് വന്നു. അതൊക്കെ ആദ്യത്തിലൊക്കെ അത് കുറച്ച് വിഷമം തന്നെയാണ്. നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളല്ല കസ്റ്റമേഴ്സിന് ആവശ്യം. പക്ഷേ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ മാറിയല്ലേ പറ്റുള്ളൂ. ഉടനെ തന്നെ നമുക്ക് എന്താണോ കസ്റ്റമർക്ക് ഏറ്റവും ആവശ്യമുള്ളതെന്ന് സൽവാറിൻ്റെ ഡ്രസ്സുകളായിരുന്നു, സൽവാറിൻ്റെ ടോപ്പ്, ഷോള്, കുർത്ത അങ്ങനത്തെ ഡ്രസ്സുകളായിരുന്നു ആവശ്യം. അപ്പോൾ അതിലേക്ക് തന്നെ നമ്മൾ വേഗം തന്നെ പ്രൊഡക്ഷൻ മാറ്റുകയും അതാണ് നമ്മുടെ ഒരു പ്ലസ് പോയിന്റ്. നമുക്ക് പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട് എന്ത് വേണം എന്ന് വെച്ചാലും നമുക്ക് ആ രീതിയിൽ കൺവേർട്ട് ചെയ്യാനും ഡെവലപ്പ് ചെയ്തെടുക്കാനും സാധിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ആ രീതിയിലേക്ക് പിന്നെ നമ്മൾ പ്രൊഡക്ഷൻ മാറ്റിയിട്ടാണ് കസ്റ്റമേഴ്സിന് പിന്നെ നമുക്ക് അത്രയും സ്വീകരിക്കുന്ന രീതിയിലേക്ക് കസ്റ്റമേഴ്സും മാറിയത്. എൻ്റെ വൈഫ് ഇപ്പോൾ മെറ്റേണിറ്റി വെയറിൽ നമ്മൾ സിവയുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓരോ ട്രെൻഡിനനുസരിച്ചിട്ടാണ് നിങ്ങളിത് കൊണ്ടുവരുന്നത്. എങ്ങനെയാണ് ഈ ട്രെൻഡ് എങ്ങനെയാണ് നമ്മൾ ഉൾക്കൊള്ളുന്നതും അത് നമ്മുടെ ഈ പറയുന്ന മാർക്കറ്റിൽ അവതരിപ്പിക്കുന്നതും? ഇപ്പോൾ ഫാഷൻ മാർക്കറ്റുകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ഇയറിൽ വരുന്ന പുതിയ കളേഴ്സും പുതിയ സിലൗട്ട്സ് എന്നാണ് പറയുക, അതുപോലെ പുതിയ ട്രെൻഡ് വരാൻ പോകുന്നതൊക്കെ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മുടേതായൊരു റിസർച്ചും കൂടെ കണ്ടക്ട് ചെയ്തിട്ട് നമുക്കൊരു ഫ്യൂച്ചർ പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും. അപ്പോൾ അതിൽ വരാൻ പോകുന്ന പ്രിൻറ്റുകൾ മേ ബി ഫാബ്രിക് അടക്കം ഡെവലപ്പ് ചെയ്യുന്ന കേസുകൾ ഞങ്ങൾ ഇഷ്ടംപോലെ ഫാബ്രിക്കും ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ അതിനാവശ്യമുള്ളത് വരുന്ന ഒരു ട്രെൻഡ് മുൻകൂട്ടി കണ്ട് ചെയ്താൽ തന്നെ നമുക്ക് പറ്റുള്ളൂ. ഇപ്പോൾ ഒരു അടുത്ത 6 മന്ത്സിനുള്ളിൽ ഇറങ്ങേണ്ട സാധനങ്ങൾ നമ്മളിപ്പോഴേ പ്ലാൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്താൽ മാത്രമാണ് മാനുഫാക്ചറിങ് സെക്ടറിൽ നമുക്ക് സാധനം ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. കാരണം ഫാബ്രിക് ഉണ്ടാക്കാനായാലും അതിൻ്റെ ആക്സസറീസ് ഉണ്ടാക്കാനായാലും എല്ലാത്തിനും അത്രയും സമയം ആവശ്യമുണ്ട്. അപ്പോൾ ഒരു 6 മന്ത്സ് മുതൽ 1 ഇയർ വരെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും, ഫോർകാസ്റ്റിംഗ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ബിസിനസ് പ്ലാൻ ചെയ്യുന്നത്. സിവ എന്ന ബ്രാൻഡിൻ്റെ പ്രോഡക്ട്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമ്മൾ ഏകദേശം ഒരു 1000-ഓളം പ്രഗ്നൻറ്റ് ലേഡീസിൻ്റെ മെഷർമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അവരുടെ ബോഡി കോണ്ടൂഴ്സിൽ അല്ലെങ്കിൽ കേർവ്സിൽ വരുന്ന ചേഞ്ചസ് അനലൈസ് ചെയ്ത് പഠിച്ച്, അതുപോലെ അവരുടെ സ്കിന്നിൽ വരുന്ന ചേഞ്ചസും അവരുടെ മൂഡ് സ്വിങ്സിൽ വരുന്ന ചേഞ്ചസും ഒക്കെ പഠിച്ച് അവരെ ഏറ്റവും കംഫർട്ടബിൾ ആക്കി നിർത്താവുന്ന രീതിയിലാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് മറ്റ് ബ്രാൻഡുകളെ അപേക്ഷിച്ച് സിവയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റാണ്. കാരണം ഇത് റിസൾട്ടിലേക്ക് വരുമ്പോൾ വരുന്ന ഡിസൈൻസും കാര്യങ്ങളുമാണ് നമ്മളിപ്പോൾ ഷോറൂമുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ എത്ര പ്രോഡക്ട്സ്, എത്ര വെറൈറ്റീസ് ഉണ്ട്? 2000-ഓളം സ്റ്റൈൽ വെറൈറ്റീസ് നമ്മുടെ ബ്രാൻഡ് നമ്മുടെ ഷോപ്പുകളിലും നമ്മുടെ ഓൺലൈൻ സൈറ്റുകളിലുമായിട്ട് അവൈലബിൾ ആണ്. അത് കൂടാതെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്ട്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അമ്മയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പില്ലോസുകളായിരിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട് മെറ്റേണിറ്റി കിറ്റ് എന്ന് പറഞ്ഞിട്ട്, ഡെലിവറിയുടെ സമയത്ത് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോന്ന് പർച്ചേസ് ചെയ്യില്ല, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഇല്ല. നമുക്കിതെല്ലാം ഒറ്റ കിറ്റിൽ തന്നെ കിട്ടും. ഇങ്ങനത്തെ ഒത്തിരി 200-ഓളം പ്രൊഡക്ട്സ് സിവയുടെ സൈറ്റുകളിലും ഷോറൂമുകളിലൊക്കെ ആയിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇതിനായിട്ട് നമുക്കൊരു റിസർച്ച് ടീം തന്നെയുണ്ട്. അവരിങ്ങനെ സ്ഥിരമായിട്ട് പുതിയ പ്രൊഡക്ട്സുകൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എൻ്റെ അറിവിൽ ഇത് ലോകത്ത് ഇത്രയധികം മെറ്റേണിറ്റി ഡ്രസ്സസ് ഇറങ്ങിയിട്ടുള്ള വേറെ ബ്രാൻഡ് ഇല്ല. അപ്പോൾ ഇതെല്ലാം എന്താ പറയുക, സിവയുടെ മാത്രം പ്രത്യേകതകളാണ്. ഇപ്പം മാം ഇപ്പോൾ പറഞ്ഞു 1000-ഓളം ഗർഭിണികളെ നമ്മൾ പോയി കണ്ട് ഇത് ചെയ്യുന്നു. അപ്പോൾ അതെങ്ങനെയായിരുന്നു? അത് അന്ന് നമ്മൾ സ്റ്റാർട്ടിങ് സമയത്ത് എടുത്ത മെഷർമെന്റ് ചാർട്ടല്ല പക്ക ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇത് റിവൈസ് ചെയ്യുന്ന രീതിയിൽ പലതവണ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് യൂസ് ചെയ്തിരുന്നതിൽ എക്സ്ട്രാ സ്മോൾ നമ്മൾ ഡെവലപ്പ് ചെയ്തിരുന്നു. ഇന്ന് 4XL എന്നുള്ളത് 5XL 6XL വരെ സിവ നിർമ്മിച്ചു തുടങ്ങി. അപ്പം ആൾക്കാരുടെ സൈസിൽ അത് പ്ലേസ് ടു പ്ലേസ് ഡിഫറെൻ്റ് ആണ്. ഇപ്പം തൃശ്ശൂർ ആവശ്യമുള്ളതായിരിക്കണം എന്നില്ല എറണാകുളത്ത് ആവശ്യമുള്ളതായിരിക്കണം എന്നില്ല തമിഴ്നാട് ആവശ്യമുള്ളത്. ആളുകളുടെ കൾച്ചറിനും അവരുടെ ജീവിത സാഹചര്യങ്ങൾക്കും ഒക്കെ അനുസരിച്ച് അവരുടെ സൈസുകളിലും അവരുടെ ബോഡി രീതികൾക്കും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതൊക്കെ അനലൈസ് ചെയ്തിട്ട് തന്നെയാണ് ഡ്രസ്സുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പ്രോഡക്റ്റ് എടുത്ത് ഹിറ്റാകുന്നു,
പിന്തിരിഞ്ഞു നോക്കുമ്പോൾ മാമിന് എന്തൊക്കെയാണ് തോന്നുന്നത്? തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകുന്നത് അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരാൻ പറ്റുന്ന വലിയൊരു ചേഞ്ച് സിവയ്ക്ക് കാഴ്ചവെക്കാൻ സത്യത്തിൽ സാധിച്ചിട്ടുണ്ട്. കാരണം അവരുടെ ഓരോ സമയത്തെയുള്ള അവരുടെ ബുദ്ധിമുട്ടുകളായിരിക്കാം, അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, ഇതിലെല്ലാം നമ്മളുടെ പ്രൊഡക്റ്റുകൾ കൂടെ മിങ്കിളാണ്. സത്യത്തിൽ സ്റ്റൈല് എന്ന് പറയുന്ന ഒരു ഫീച്ചർ മാത്രം വെച്ചിട്ടല്ല സിവയുടെ പ്രൊഡക്ട്സുകൾ വന്നിരിക്കുന്നത്. ഇതിലെല്ലാം അവർക്ക് യൂസബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ ഒരു എന്തെങ്കിലും ഒരു പെയിൻ കുറയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് മിക്ക സാധനങ്ങളും. മിക്ക പ്രൊഡക്റ്റുകളും എടുത്തു നോക്കിയാൽ അത് അത്രയ്ക്കും എമർജൻസിയിലുള്ളതാണ്. എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഭംഗിക്ക് വേണ്ടി വാങ്ങുന്ന ഒരു ഐറ്റം ചിലപ്പം സിവയുടെ സൈറ്റിൽ കിട്ടില്ല. അത് വാങ്ങിക്കുന്ന ഒരു ഐറ്റം 100% വാല്യൂ ആ കസ്റ്റമർക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇത്രയും വർഷത്തെ ജേണി എടുത്തു നോക്കുമ്പം 100% സാറ്റിസ്ഫാക്ഷനോടെ ഞാനിവിടെ ഇരിക്കുന്നത്. കാരണം ഇത്രയും പ്രൊഡക്റ്റുകൾ കൊണ്ടുവരാൻ പറ്റുക, ഇത്രയും കസ്റ്റമേഴ്സിന് സർവീസ് കൊടുക്കാൻ പറ്റുക എന്നൊക്കെ ഉള്ളത് ഒരു വലിയ കാര്യമായിട്ട് തന്നെയാണ് കരുതുന്നത്. മെയ്ജോ എന്നൊരു സംരംഭകയെ സംബന്ധിച്ച് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഒത്തിരി മേജർ ടേണിംഗ് പോയിന്റ്സ് ഉണ്ട്. ഇതിൽ നമുക്ക് ഓർത്തിരിക്കാവുന്നത് അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത ടേണിംഗ് പോയിന്റ്സ് എന്തൊക്കെയാണ്? ഷോപ്പ് തുടങ്ങിയ ദിവസമൊക്കെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ദിവസമാണ്. ഞങ്ങൾ 2012 ഡിസംബർ 12, അതായത് 12/12/12 12 മണിക്ക് 12 മിനിറ്റ് ഉള്ളപ്പോഴാണ് ഞങ്ങൾ ഞങ്ങളുടെ ആദ്യത്തെ ഷോപ്പ് ഓപ്പൺ ചെയ്തത്. അതിനിട്ട എഫേർട്ട് വളരെ വലുതായതുകൊണ്ടാണ് അത് ടേണിംഗ് പോയിൻ്റ് ആയിട്ട് നമുക്ക് കൗണ്ട് ചെയ്യുന്നത്. പിന്നെയുള്ള ഷോറൂമുകളെല്ലാം ഓരോന്നോരോന്ന് ഓപ്പൺ ചെയ്ത് കുറേ കഴിഞ്ഞപ്പോൾ ഷോറൂം ഓപ്പൺ ചെയ്യുന്നത് ഒരു വിഷയമേ അല്ലാത്തുള്ള അവസ്ഥയിലേക്ക് വരെ എത്തിയായിരുന്നു. യൂണിയൻ മിനിസ്റ്റർ ശ്രീ രവിശങ്കർ പ്രസാദിൻ്റെ കയ്യിൽ നിന്ന് വുമൺ എൻ്റർപ്രണർഷിപ്പിനുള്ള അവാർഡ് വാങ്ങാൻ സാധിച്ചത് ഒരു വലിയ ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. ഗർഭിണികൾക്ക് വേണ്ടി ആദ്യത്തെ ഫാഷൻ ഷോ ചെയ്യാൻ കഴിഞ്ഞതൊക്കെ ഒരു വലിയ കാര്യമായിട്ട് കരുതുന്നു. അതിനുശേഷം 10 വർഷത്തിനിപ്പുറം ഏറ്റവും കൂടുതൽ ഗർഭിണികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും നമുക്ക് നേടാൻ സാധിച്ചു. അപ്പോൾ അതൊക്കെ ഒരു വലിയ ടേണിംഗ് പോയിൻ്റ് ആയിട്ടാണ് കരുതുന്നത്. ഇന്നും എന്താ പറയുക, ഗർഭിണികൾ അത്രയും സ്വീകാര്യതയോടുകൂടി സിവയെ കാണുന്നു എന്നുള്ളതും ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ മെറ്റേണിറ്റി വെയറിൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെ ഫ്രാഞ്ചൈസി മോഡൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന സിവയാണെന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും ആ ഒരു ഫ്രാഞ്ചൈസി മോഡലിൻ്റെ കോൺസെപ്റ്റ് എങ്ങനെയാണ്? ഷോറൂംസുകൾ പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ ഫ്രാഞ്ചൈസി മോഡൽ ബെസ്റ്റ് ആണല്ലോ. പക്ഷേ നമ്മളുടെ അടുത്ത് വന്നിരിക്കുന്ന ഭൂരിഭാഗം ഫ്രാഞ്ചൈസീസും നമ്മളുടെ കസ്റ്റമേഴ്സ് തന്നെയാണ്. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഏതെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരാൾ വിചാരിക്കുമ്പോൾ അവരാണ് ആദ്യമായിട്ട് നമ്മളുടെ അടുത്ത് എൻക്വയറി ആയിട്ട് വന്നിരിക്കുന്നത്. അവർ തന്നെയാണ് ഏറ്റവും നല്ല സക്സസ് ആയി റൺ ചെയ്തിട്ടുള്ളതും. കാരണം ഒരു പ്രസവം കഴിഞ്ഞിട്ടുള്ളൊരു സ്ത്രീ ആണെങ്കിൽ ഈ പ്രൊഡക്റ്റുകളുടെ ഇമ്പോർട്ടൻസ് അവർക്ക് വളരെ ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഫ്രാഞ്ചൈസീസുകൾ നമ്മുടെ ആദ്യത്തിലൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെയൊക്കെ ഫ്രാഞ്ചൈസി നമ്മൾ നോർമലായി റൺ ചെയ്ത് തുടങ്ങിയപ്പോൾ നമുക്ക് ഒത്തിരി അത് ഹെൽപ്പ് ചെയ്തു. നമ്മുടെ ബിസിനസ് ഗ്രോത്തിനും ഫ്രാഞ്ചൈസി മോഡൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തത് തന്നെയാണ്. എത്ര ഷോപ്പുകളും എത്ര ഫ്രാഞ്ചൈസികളും നമ്മുടെ അണ്ടറിലുണ്ട്? 30ഓളം ഷോപ്പുകളാണ് സൗത്ത് ഇന്ത്യ മുഴുവനായിട്ട്, കേരളത്തിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യ മുഴുവനായിട്ട് നമുക്ക് റൺ ചെയ്യുന്നത്. അതുകൂടാതെ നമ്മൾ ഓൺലൈൻ B2B സെയിൽസ്, അതുപോലെ എക്സ്പോർട്ട് സെയിൽസ് ഒക്കെ നമുക്ക് നടക്കുന്നുണ്ട്. ഫ്രാഞ്ചൈസികൾ 10ഓളം ഷോപ്പുകൾ ഫ്രാഞ്ചൈസികളായിട്ടാണ് റൺ ചെയ്യുന്നത്. ഇപ്പോൾ ഒത്തിരി വുമൺ ഓണ്ടർപ്രനേഴ്സ് ഇപ്പോൾ നമ്മുടെ ഫീൽഡിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒത്തിരി സപ്പോർട്ടുകളും പലരും പല രീതിയിൽ ഗവൺമെൻറ് ആയിക്കോട്ടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരോട് മാമിന് പറയാനുള്ള ഒരു ഉപദേശം എന്താണ്? ഇപ്പോൾ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ കേട്ടോ, പുതിയ സംരംഭം തുടങ്ങുന്നവരാണെങ്കിൽ കുറച്ച് വലുതായി തന്നെ ചിന്തിക്കുക. നമ്മൾ ചെറിയ രീതിയിൽ നിന്ന് ചിന്തിക്കാതെ കുറച്ച് ബിഗ്ഗായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. അപ്പോൾ അത് സംസാരിക്കുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ മടിയുള്ള ഒത്തിരി പേര് നമ്മുടെ ചുറ്റും ഉണ്ടാകും. ചിലപ്പോൾ അത് ഫാമിലി തന്നെയായിരിക്കും. ഇവരെ ആക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മൾ സക്സസ് ആകുമ്പോൾ മാത്രമായിരിക്കും. അതിന് മുമ്പ് വരെ നീ എന്താ ചെയ്യുന്നത്? ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നതാണ് മെറ്റേണിറ്റി വെയർ, അതെങ്ങനെ വിൽക്കും, ഇതൊക്കെ ആരെങ്കിലും വാങ്ങുമോ, ഇതൊക്കെ ആവശ്യമുള്ള സാധനമാണോ എന്ന് പറഞ്ഞിട്ടിരുന്നവരൊക്കെ റോൾ മോഡലായിട്ട് എന്നെ പറയുന്ന രീതിയിൽ ഞാൻ കേട്ടു. അപ്പോൾ ഇതിങ്ങനെ തന്നെയാണ്, ഒരാൾ സക്സസ് ആയി വരുമ്പോൾ അവരെ കൈയടിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ആൾക്കാരുണ്ടാവും. അതുവരെയും അത് ആവശ്യമില്ലാത്തൊരു കാര്യമായിട്ടായിരിക്കും ആൾക്കാർ കൺസിഡർ ചെയ്യുന്നത്. സ്ത്രീകളോട് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടേതായ ഒരു പാത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ അതിനനുസരിച്ച് നമുക്ക് സെറ്റായി വന്നോളും. ചിലപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ ബാക്കിലേക്ക് വലിച്ചുകൊണ്ട് നീ 6 മണിക്ക് തന്നെ വീട്ടിൽ കയറണം, അല്ലെങ്കിൽ ഇന്ന രീതിയിലേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ, ഇത്രയേ സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ, ബിസിനസ്സിലേക്ക് വന്ന സ്ത്രീകൾ സെറ്റാവില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ടാവാം. ഇതൊക്കെ സക്സസ് ആവുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ല കാൽവെപ്പ് വെക്കാൻ പറ്റുന്ന അതുവരെ ആ പറഞ്ഞ ബാരിയറുകളൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടൈം ലിമിറ്റോ അല്ലെങ്കിൽ നമുക്ക് ഒരു തരത്തിലും നമ്മളെ ബാക്കോട്ട് വലിക്കുന്ന ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല. കാരണം ഓൾറെഡി സക്സസ് ആയതുകൊണ്ട് അവർക്ക് അത്രയും തിരക്കുണ്ട്, അവരത്രയും ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ് എന്ന രീതിയിൽ മറ്റുള്ളവർ അംഗീകരിക്കും.
അപ്പോൾ എനിക്കൊക്കെ ഫേസ് ചെയ്ത അത്രയും പ്രശ്നങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇന്നിപ്പോൾ സ്ത്രീകൾക്ക് കുറേയും കൂടിയും ഓപ്പണായും കാര്യങ്ങളും ഞങ്ങൾക്ക് ഒരു പുരുഷൻ്റെ അടുത്തിരുന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യം ഓപ്പണായിട്ട് സംസാരിക്കാനോ ഉള്ള സാഹചര്യം പോലും ചെറിയ പ്രായത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പം അതിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ബുദ്ധിമുട്ട് ഇന്നത്തെ തലമുറയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇപ്പം കണ്ടുവരുന്ന ഒരു പ്രവണത ഇവർ പെട്ടെന്ന് ബാക്ക് ഔട്ട് ചെയ്യുന്നതാണ്. ഒരു സാധനം ഒരു കാര്യം തുടങ്ങിക്കഴിയുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിയുമ്പോൾ അപ്പോൾ ഇതെനിക്ക് കഴിയില്ല, നമുക്ക് വേറെ എന്തെങ്കിലും പിടിക്കാം. ഒരു സംഭവത്തിന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് അത് വർക്ക് ചെയ്തെടുക്കുമ്പോഴാണല്ലോ ആ ഒരു സംഭവം സക്സസ് ആയി വരുന്നത്. മെറ്റേണിറ്റി വെയർ മേഖലയിൽ പ്രധാനമായിട്ടും നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും നമ്മളുടെ പ്രൊഡക്ട്സുകൾ, നമ്മൾ മെറ്റേണിറ്റി വെയർ, കുഞ്ഞുങ്ങളുടെ ന്യൂ ബോൺ ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ പ്രൊഡക്ട്സുകൾ, അതുപോലെ ഇന്നർവെയർസ്, ബ്രായും പാൻറ്റീസ് എന്ന് പറഞ്ഞ് പ്രഗ്നൻസി കണക്റ്റഡ് തന്നെ ഇങ്ങനത്തെ കുറേ കാറ്റഗറീസ് ആയിട്ടാണ് നമ്മൾ പ്രൊഡക്ട്സുകൾ മാർക്കറ്റിൽ എത്തിച്ചിരിക്കുന്നത്. ഇതിൽ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ്സ്, സിവയുടെ പേരിൽ തന്നെ മാർക്കറ്റിൽ ഇറങ്ങുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇത് വാങ്ങിയിട്ട് സിവയുടെ ആണെന്ന് കരുതി ഉപയോഗിക്കുന്നവരും ഉണ്ടാവാം. സിവയുടെ പ്രൊഡക്റ്റ് സിവയുടെ എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റുകളിലും ഓൺലൈൻ സൈറ്റുകളിലും മാത്രമാണ് സിവയുടെ പ്രൊഡക്ട്സ് പ്രധാനമായും കിട്ടത്തുള്ളൂ. മാർക്കറ്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം അല്ല. അപ്പം നമ്മുടെ ഓൺലൈൻ സൈറ്റിലോ അല്ലെങ്കിൽ ഷോറൂമുകളിൽ നിന്ന് തന്നെ ഇത് വാങ്ങാൻ ശ്രദ്ധിക്കുക. ഇതിൻ്റെ ക്വാളിറ്റി ഡിഫറൻസ് രണ്ടും എടുത്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം എന്ന് വെച്ചാൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഇത്രയും റിസർച്ചും ഡെവലപ്മെൻറ്റ്സും നടന്നിട്ടാണ് സിവയുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ആയിരിക്കില്ല ഒരു സാധാരണ 2 സിബ് മാത്രം വെച്ചിട്ട് ഒരു ഡ്രസ്സ് ഇറങ്ങുന്നതിന് നമുക്ക് മെറ്റേണിറ്റി വെയർ എന്ന് വിളിക്കാൻ കഴിയില്ല. അപ്പം ഇത് മനസ്സിലാക്കാൻ കസ്റ്റമർക്ക് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ സാധിക്കാൻ കഴിഞ്ഞാൽ സിവയ്ക്ക് അതൊരു വലിയ നേട്ടമായിരിക്കും. അപ്പോൾ ഇതല്ലാതെ മറ്റു വെല്ലുവിളികളൊന്നും നേരിടുന്നതായിട്ട് കണ്ടിട്ടില്ല. കാരണം സിവയുടെ പ്രൊഡക്ട്സുകളുടെ പ്രാധാന്യം കസ്റ്റമേഴ്സിലേക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ മുമ്പ് തന്നെ എത്തിച്ചേർന്നിട്ടുള്ളതാണ്. സിവയുടെ ഇനിയുള്ള ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഇപ്പം നമ്മൾ എക്സ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലുള്ള ജനങ്ങളെ തന്നെയാണ്. ഇന്ത്യയുടെ എല്ലാ നഗരങ്ങളിലും സിവയുടെ ഔട്ട്ലെറ്റുകൾ തുറക്കുകയും ഏതാണ്ട് ഇപ്പം നമ്മുടെ പ്രൊഡക്റ്റുകൾ അറിയാത്തതോ അല്ലെങ്കിൽ ധരിക്കാത്തതോ ആയിട്ടുള്ള ഗർഭിണികൾ ഉണ്ടാവരുന്നത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അത്രയ്ക്ക് വിപുലീകരിക്കാൻ തന്നെയാണ് സിവയുടെ ഉദ്ദേശം. മാം ലക്ഷ്യമിടുന്ന എല്ലാ പ്ലാനിലേക്കും എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. മാമിൻ്റെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് ടേണിംഗ് പോയിന്റിൽ എത്തിയതിന് എല്ലാവിധ നന്ദിയും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.